സുരസാമ്രാട്ടും ദിഗ്വിജയുമെന്ന് സ്വയം അഹങ്കരിക്കുന്ന ചണ്ഡബാഹുവെന്ന അതെങ്ങനെ പെണ്ണുടല് കണ്ടാൽ കാലവും പ്രായവും സമ്മതവും കാക്കാതെ കുത്തിപ്പറിക്കാൻ നിൽക്കുന്ന നിനക്ക് ഏത് പെണ്ണായാലും എന്ത് അല്ലേ? ജീവിക്കാം. അത് കരുതിയെങ്കിലും അടിയന്റെ ഭർത്താവിനെ ഒന്നും ചെയ്യരുത്. എന്നിട്ടും നിന്റെ ഭാര്യ നിന്നെ വെറുക്കുന്നില്ല, നിന്റെ ഉയിരിനായി പ്രാർത്ഥിക്കുന്നു. ഈ ചണ്ഡബാഹുവിനെ ജയിച്ചു എന്നത് നേര്. ദുഷ്ടനെങ്കിലും മഹാവ്രതനാണ് ചണ്ഡബാഹു. അവനിനിയും കഠിന തപം ചെയ്ത് മഹാസിദ്ധികൾ നേടിയാൽ അപ്പോൾ അവന് നാശമില്ലെന്നാണ്. ഉണ്ട്, പക്ഷേ അത് ഈ നിമിഷമല്ല എന്ന് ഓർമ്മിപ്പിച്ചതാണ്. അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട ശചീദേവിയുടെ അംശാവതാരമായി ദേവിയുടെ അനുഗ്രഹത്തോടെ എന്റെ പെങ്ങൾ ആവോളം എന്ന വാക്കുകൊണ്ട് അങ്ങ് അർത്ഥമാക്കുന്നത് എന്താ? ഞാൻ എന്ത് തെറ്റാ ജ്യേഷ്ഠ ചെയ്തത്? സൂര്യ വെളിച്ചം പോലും കയറാത്ത ഈ ഇരുളറിയിൽ തളച്ചിരുന്ന് മാത്രം കാളിക ചെയ്ത അപരാധം എന്തേ? കൊട്ടാരക്കെട്ടുകളിലും കോവിലകങ്ങളിലും പാട്ടും കവിതയുമായി നടക്കുന്ന തെരുവ് തെണ്ടിയായ ഒരുത്തനെ പ്രേമിച്ചത് തന്നെയാണ് അപരാധം. അത് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിച്ചിട്ടും കൂട്ടാക്കാതെ അവനോടുള്ള പ്രണയത്തിൽ ഉറച്ചു നിന്ന് ദേശത്തെയും ദേശവാഴിയെയും അപമാനിച്ചത് അതിലും വലിയ അപരാധം. കുറ്റമല്ല, തലയറുക്കേണ്ട കുറ്റം. ചെയ്യാത്തത് വട്ടമാടിയാൽ ഞാൻ നിന്റെ നാവ് പിഴുതെടുക്കും. വാശി തോന്നിയാൽ ഞാൻ ഏതളവ് വരെ പോകുമെന്ന് പറയാതെ നിനക്കറിയാമല്ലോ. ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടു പോയി. ഉயிருള്ളിടത്തോളം കാലം മറക്കാനും കഴിയില്ല. നിനക്ക് എന്നെയോ ജയന്തനെയോ കൊല്ലാൻ കഴിയും. അങ്ങനെ